സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് 21:4. വെളിപാട് 21 ബൈബിൾ അവസാനിക്കാൻ പോകണേ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. വെളിപാടിന്റെ പുസ്തകം 21:4 അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനുഭവം നമുക്ക് ഭൂമി വെച്ച് തന്നെ കിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കരഞ്ഞ കാര്യം, പണ്ട് നിലവിളിച്ച കാര്യം, പണ്ട് ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നണില്ലെന്നാണ് മഞ്ജു വർഗീസ് പറയണത്. എന്താ കാര്യം? അവൾക്ക് അതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു. ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് അല്ല, മറിച്ച് അനോയിൻമെൻ്റാണ് ചോദിക്കേണ്ടത്. എന്താണ്? അഭിഷേകം. കാര്യം നമുക്കറിയാമല്ലോ, അഭിഷേകം എന്ന് പറയണത് ഒരു വിഷയത്തിന് രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഒന്ന് ക്യാഷ്, ജോലിക്ക് ജോലി നമുക്ക് നൽകും. ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡ് ചെയ്യും. റിസർവ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ദൈവം തരണത് അഭിഷേകമായിരിക്കും. അങ്ങനെ അഭിഷേകം തന്ന തർക്കം മാറും, ബഹളം മാറും, കരച്ചിൽ മാറും, നിരാശ മാറും. വി വിൽ ബി കണ്ടന്റഡ് ഇൻ അവർ സെൽഫ്, നമ്മൾ തന്നെ. അതാണ് ഒരു വിശ്വാസിയുടെ അവസാന അനുഭവ രൂപം എന്ന് പറയുന്നത്. സെൽഫ് കണ്ടൻറ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അഭിഷേകം പ്രാപിച്ചിട്ട്, അവൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ തന്നെ സ്വയം നിശബ്ദമായിരിക്കുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്, ഇത് കോൺഗ്രിഗേഷൻ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എങ്ങനെ സൈലൻസാണ്? വാപൂട്ടി ക്ലിപ്പിട്ടിരിക്കുന്ന സൈലൻസ് അല്ല, മറിച്ച് ദൈവത്തിന് വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്കും പകരം ദൈവത്തെ കിട്ടിയ മനുഷ്യൻ ബഹളങ്ങൾ നിർത്തി ശാന്തവും സൗമ്യവുമായിട്ട് ദൈവ തിരുമനസ്സിൻ ആത്മീയ ആഹാരമായി കിട്ടിക്കൊണ്ട് യോഹന്നാൻ 4:36 അനുസരിച്ച് കൊണ്ട് സ്വയം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ, അറിയാത്ത ഭക്ഷണം അവന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തു കാണുമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമുക്ക് കൃപയാകുന്നു, അത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നു, അത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് നീളുന്ന വഴിയാകുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം സമർപ്പണമാക്കി മാറ്റുവാൻ ഈശോയെ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ ആരാധനയിൽ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങള് അടുത്ത ധ്യാനത്തിലേക്ക് കേൾക്കാം. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത്
നിങ്ങളുടെ ബോഡിയിലെ രക്തോട്ടമൊക്കെ ഇങ്ങനെ നിലച്ച പോലെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വേർത്ത് കൊണ്ടാണ് അച്ഛൻ എഴുന്നേൽപ്പിച്ചത്. ഞാൻ കുറച്ച് നേരം പാടി കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം, നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം യേശുവേ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ മുൻനിർത്തി യാത്ര ചെയ്യുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുന്നിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുന്നിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തിയടിച്ച് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണെന്നും ആരാധനയിൽ വെളിപ്പെടുന്നതുപോലെ ആരാധനയെ പ്രവർത്തിക്കുവാനുള്ള അഭിഷേകത്തിൽ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 കൈകളടിച്ചുകൊണ്ട് ആരാധന ഹല്ലേലൂയ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ച പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ച പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും
അഭിഷേകത്താൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതരാതെ അഭിഷേകത്താൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. ഉറക്കെ ഉറക്കെ പാടാം. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാനക മുതലെത്തിയാൽ വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാനക മുതലെത്തിയാൽ വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ.
38 വർഷം കൃപയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ എല്ലാവരും കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പകരട്ടെ. വിശുദ്ധമായ രക്തത്താൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പകരട്ടെ. കർത്താവേ അങ്ങനെ മക്കളിലേക്ക് വെക്കണമേ. ആന്തരിക രോഗങ്ങള്, ആന്തരിക രോഗങ്ങള്, ബാഹ്യരോഗങ്ങള്, ആന്തരിക അവയവ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദുരിതങ്ങള്, ഈ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പക്ഷാപരത്തോടെ പക്ഷാപരത്തെ സൃഷ്ടിക്കട്ടെ. പക്ഷാപരത്ത് വിട്ടുന്നവരെ പക്ഷാപരത്തെ സൃഷ്ടിക്കട്ടെ. പക്ഷാപരത്തെ സൃഷ്ടിക്കട്ടെ. Pour out His Spirit, that is the fire finger, shock with the precious blood, and authority of the Catholic Church, with the power of Jesus Christ, God made to come the Holy Priesthood. I command you, I command you, I command you, in the name of Jesus Christ be healed. In the name of Jesus Christ be healed. In the name of Jesus Christ be healed. Lord Jesus Christ, pour out Your Spirit, that is the fire finger, shock with the precious blood, I command you, in the name of Jesus Christ be healed. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുഴകളാണ് അതിൻ്റെ സൂചനയാണ് ഇപ്പം കയ്യിൽ വന്നിരിക്കുന്ന ചെറിയ മുഴകൾ. അതെല്ലാം കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമാണ് ഇപ്പോഴുള്ളത്. ചില ആന്തരിക അവയവങ്ങളുടെ തൊലികൾ ഞെറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആന്തരികമായ സൗഖ്യം നൽകി, ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. വലത് കാലിൻ്റെ വിരലിൻ്റെ കാൽ വെള്ള, അതിൻ്റെ തള്ളവിരലൊഴിച്ചുള്ള 4 വിരലുകൾ, അതിൻ്റെ ബാക്കിലുള്ള വെള്ള ഭാഗം, നമ്മുടെ നിലത്ത് ഊന്നണ ഭാഗം, അത് കടുത്ത മഞ്ഞ നിറത്തിലും കടുത്ത വേദനയിലുമുണ്ട്. അതുപോലെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. കൈവെള്ളകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈവെള്ളകളിൽ താങ്ങാനാവാത്ത രോഗങ്ങളുള്ളതും വേദനയുള്ള കർത്താവ് കാണിക്കുന്നുണ്ട്. അതെല്ലാം കർത്താവ് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കക്ഷത്ത് എപ്പോഴും ബലമായിട്ട് ഇങ്ങനെ നീര് വന്ന് കല്ലച്ച് പോയി കിടക്കും. തപ്പി ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബലമായിട്ട് തോന്നും. ആ വ്യക്തിയെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇന്ന് മുതൽ കർത്താവ് അദ്ദേഹത്തിന് പതുക്കെ സൗഖ്യത്തേക്ക് നയിക്കും. സ്ട്രെച്ചർ ഉപയോഗിച്ചപ്പോഴും പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയെയും കർത്താവ് ഇനി ഈ സ്ട്രെച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. ആന്തരിക അവയവങ്ങൾ, കരളുകളും അതുപോലെ തന്നെ കുടലും, പിന്നെ ചില എനിക്ക് പേര് അറിയാത്ത ചില അവയവങ്ങളെ, ആന്തരിക അവയവങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് ഇടതുവശത്തുള്ള ആന്തരിക ഉദരത്തിൻ്റെ നമ്മുടെ പൊക്കിളിൻ്റെ ഇടതുവശത്തുള്ള അകത്തുള്ള ഒരു അവയവത്തിന്
അത് രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്ന ആരോഗ്യ കർത്താവ് സൗഖ്യപ്പെടുത്താനായിട്ട് സന്ദേശമുണ്ട്. കുറച്ച് നേരമായി ഇങ്ങനെ മൂക്കിൻ്റെ പെട്ടിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവൻ അഡിനോയിഡിൻ്റെ രോഗങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കർത്താവ് അവിടെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, കണ്ണുകൾ അടച്ചിരിക്കുന്നു, കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല, കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ വ്യക്തികർത്താവ് കാണിക്കുന്നുണ്ട്. ആ കണ്ണുകൾ അവർക്ക് തുറക്കാൻ പറ്റുമോ? കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. കണ്ണ് പോളയുടെ പീലിയുടെയോ ആയ ഒരു ബലം നഷ്ടപ്പെട്ടതാണ് കാണിക്കുന്നത്. കർത്താവ് അവിടെ സൗഖ്യപ്പെടുന്നുണ്ട്. അവരെ കർത്താവിലേക്ക് കടന്ന് ആ വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശുപത്രി കിടപ്പ് രോഗികളായിട്ടുള്ളവരും കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവെ, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ, മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷിയാക്കാൻ, എന്നെ സാക്ഷിയാക്കണമെന്നാണ് അവരിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തോ നഷ്ടപ്പെട്ടത്, പുതുക്കി കിട്ടാത്ത പാസ്പോർട്ട്, ഇടത് കൈ, സാധാരണ പാസ്പോർട്ട് കൊണ്ട് നടക്കുന്ന ഇടത് കൈയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യക്തി പ്രത്യേകം സൂക്ഷിക്കുക. കാര്യം സൂക്ഷിക്കുകയല്ല, അദ്ദേഹം രേഖകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ പെൻഡിങ് തടസ്സങ്ങളുള്ളത് കർത്താവ് നിൽക്കുന്ന സമയമാണ്. രേഖ സംബന്ധമായ കാര്യങ്ങൾ, വിസ, പാസ്പോർട്ട്, PR അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ സംബന്ധമായ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി പറയുകയാണ്. അതുപോലെ തന്നെ വയറിൽ നിന്ന് ഒരിക്കലും വയറിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വയറിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എപ്പോഴും തോന്നും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ്, വയറ്റിൽ ആഹാരം പിടിക്കണില്ല. അങ്ങനെ വ്യക്തിയെ കർത്താവ് ഉദരത്തെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറിയ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, നിർമ്മാണശാലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ വള്ളവും വലയും സമർപ്പിക്കേണ്ടതാണ്. കർഷകരെ അവരുടെ കാർഷിക ഇടങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമഴ പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ കീടനാശിനികളും അതുപോലെ തന്നെ എല്ലാവിധ ക്ഷുദ്രജീവികളും ജന്തുക്കളും നിങ്ങളുടെ പണിപ്പാടുകളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം നൽകുന്ന സൂചനയാണുള്ളത്. കാലാവസ്ഥ ഭേദങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ട് കുടുംബങ്ങൾ പട്ടിണിയായി പോകുന്ന അവസ്ഥകളുണ്ട്. കൈകൾ ഒരു കൈ മേലോട്ട് ഉയർത്തിക്കൊണ്ട് ഒരു കൈ കർത്താവിന് നേരെ നീട്ടിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ അരൂപിയാൽ നിങ്ങൾ കാലാവസ്ഥയെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനം കാരണം മനുഷ്യരാശി ഏറെക്കുറെ വളരെയേറെ വേദനിക്കുകയും കഷ്ടപ്പെടുകയും പലരുടെയും ജീവിത മാർഗങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിൽ കർത്താവെ, കരയുടെയും കടലിൻ്റെ മേൽ അതിനാഥനായ കർത്താവ്, നിൻ്റെ അണിപ്രധാന വരദരം കാറ്റിനെ സമീപിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കി നിൻ്റെ വരതുകരം കാലാവസ്ഥകളുടെ മേൽ നിറയട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അനുകൂലമായ കാലാവസ്ഥ മനുഷ്യരാശിക്ക് ലഭിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മൗനമായി മുട്ട നിൽക്കുക, മുട്ടയെന്ന് പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. മൗന പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കർത്താവിനെ തൊട്ടപ്പോൾ ചിറകുള്ള ഒരു ദൈവിക രൂപമാണ് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും
ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉടമ്പടി ഒരു ചെയ്യുന്ന പദ്ധതിയാണെന്ന് കണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഈശോയെ ദൈവസ്നേഹത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ ആരാധന മധ്യേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകുവാൻ, നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവനും കൃപകളും സ്വന്തമാക്കാൻ എളിമയോടുകൂടി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. Maria.